ഹലോ ക്യൂട്ടീസ്, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ മേക്കപ്പ് വീഡിയോ നോക്കിയാലോ. ലെറ്റ്സ് ഗോ. ഞാൻ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് അപ്പോൾ അതാണ് നമ്മളതിൻ്റെ ഒറിജിനൽ വീഡിയോയിൽ ഉള്ള ഓഡിയോ വരുന്നത്. പക്ഷെ തീരെ സൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഏറെക്കുറെ ഭാഗങ്ങൾ മൈക്ക് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ അതിൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാവേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബ്ലൂ ഹെവൻ പ്രൈമർ. കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കര അധികം നോയ്സസ് ഉള്ള ഭാഗത്താണ് ഞാൻ മൈക്ക് വെച്ചിട്ട് ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് കൊടുക്കുന്നത്. ഞാൻ ഫേസിൽ എല്ലാ ഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് വരുന്നത് 2 പാൻ കേക്കാണ്. അപ്പം ഞാൻ അതിലൊന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ആ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് 22, ഒന്ന് 25 ആണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 22 ആണ്. ആൻഡ് ഞാൻ ഇതിന്റെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഞാനില്ലേ പാൻ കേക്ക് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഡാൻസിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ അടുത്തുള്ള ഫൗണ്ടേഷൻ ഫുള്ള് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ പാൻ കേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഫേസ് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്ന വീഡിയോയിൽ തീരെ സൗണ്ട് കേൾക്കുന്നില്ല എന്നാണ്. ഞാൻ ഏറെക്കുറെ ഇതിൽ പറയാൻ ശ്രമിക്കാം. ഞാൻ ഐബ്രോസ് ഒന്ന് നമ്മൾ ഈ പാൻ കേക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമുക്ക് കുറച്ചും കൂടി എടുത്തറിയൂ. അതുകൊണ്ടായിരുന്നു ഈ പാലറ്റിന് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഞാൻ ഐ ഷേഡോയിലേക്കാണ് കിടക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ 3 ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ തേർഡ് ഒരു പേർപ്പിൾ അങ്ങനെ ഒരു കളറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാൻ അത് ഇടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഏത് ഷെയ്ഡാന്നുള്ളത് കാണിക്കുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോയിലും ഭയങ്കര കുറേ മിസ്റ്റേക്സ് ആണ്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ. ബിക്കോസ് ഞാൻ ടാക്കറ്റീവായിട്ടുള്ള ഭയങ്കര അങ്ങനെയുള്ള പേഴ്സൺ അല്ല. സംസാരിക്കും നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിന്, നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് ഭയങ്കര സംസാരിക്കുമെന്നല്ലാണ്ട് എനിക്ക് ഭയങ്കര സംസാരിച്ചിട്ട് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ല. ഇൻട്രോവേർട്ട് ഒന്നും പറയാൻ പറ്റില്ല, എക്സ്ട്രോവേർട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതിന്റെ ഉള്ളിലുള്ള ഒരാളാണ് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻസ് കുറവുള്ള ആളാണ്. എന്നാലും നമുക്ക് വീഡിയോയിൽ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കാം. ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഐഷേഡ് എന്ന് പറഞ്ഞത് ഒരു ലൈറ്റ് ഓറഞ്ച് ആയിരുന്നു. ഇപ്പൊ ഒരു ബ്രൗൺ, അതും ലൈറ്റ് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നില്ലേ ഞാൻ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമല്ല. ഒന്നാമത് ഞാൻ ഈ ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയത് കേട്ടോ. നമ്മൾ ഈ ഡാൻസിന് എന്നൊക്കെ പറയുമ്പോൾ നല്ല ക്യാഷ് ആവുമല്ലോ, മേക്കപ്പിന് തന്നെ നല്ല ക്യാഷ് ആവും. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വാങ്ങിയത്. ആൻഡ് ഇപ്പൊ ഞാനൊരു പേർപ്പിൾ, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പേർപ്പിൾ കുറച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐസിന്റെ സൈഡിൽ മാത്രമായിട്ട്. എനിക്കില്ലേ നമ്മൾ ഈ മേക്കപ്പ് ആർട്ടിൽ ഐബ്രോസും ലിപ് ലൈനർ, അതാണ് ഭയങ്കര ടഫായിട്ടുള്ള പാർട്ട് വരുന്നത്. എനിക്ക് ഐബ്രോസ് ആണ് പിന്നെയും ടഫ്. അത് നമുക്ക് ഷേപ്പ് കൊണ്ടുവരാനും നമ്മൾ നാച്ചുറലി നമ്മൾ ഡാൻസിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഈ ഐബ്രോസിന് ചുറ്റും ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു പാൻ കേക്ക്. അതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 ഐസിനും. ഇപ്പൊ ഏറെക്കുറെ ഷേപ്പ് വന്നെന്ന് വിചാരിക്കുന്നു ഞാൻ, എനിക്കറിയില്ല കറക്റ്റായിട്ട്. ആൻഡ് നമ്മൾ ഈ കൺസീലർ വെച്ചിട്ട് നോസിന് 2 സൈഡില് പിന്നെ നെറ്റിക്ക് അവിടെയൊക്കെ ആയിട്ട് ഐസിന് കീഴിലൊക്കെ ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട്, എനിക്ക് ഭയങ്കര കുറേ ബ്രഷ് കളക്ഷൻസ് ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ എല്ലാം ബ്രാൻഡഡ് അല്ല, എന്നാലും ഏറെക്കുറെ നമ്മൾ ഈ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബ്രഷൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഇതിന് അധികം റേറ്റ് വരുന്ന ഒരു ബ്രഷ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ പുറത്തുനിന്നൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്വന്തമായിട്ട് ഫസ്റ്റ് ടൈമായിട്ട് മേക്കപ്പ് ചെയ്ത ടൈമില് പുറത്തുനിന്ന് ഞാനൊരു മേക്കപ്പ് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 5 സെറ്റാണ് വരുന്നത്. ഒരു പൗഡർ, പിന്നെ ഒരു ഐ ഷാഡോ, അങ്ങനത്തെ ഒരു 5 ഒരു സ്പൂളിയൊക്കെ വരുന്നുള്ള അങ്ങനെയുള്ളതായിരുന്നു. നമ്മളിപ്പോ നെക്സ്റ്റ് പാർട്ട് എത്തിയില്ലേ. ഞാനൊരു ജിസ് ഹെർബ്സിന്റെ ഫൗണ്ടേഷൻ ഉണ്ട്, അത് ഭയങ്കര ലൈറ്റ് കളറാണ്. അത് വെച്ചിട്ട് ഞാൻ നേരത്തെ കൺസീലർ ഇട്ട ഭാഗത്ത് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളൊരു ലൈറ്റ് കളർ പിന്നെ എടുത്തറിയല്ലോ. ഞാനൊരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ എന്താ പറയുക കോണ്ടോർ സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് നോസിന് സൈഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നോസ് നമ്മൾ കോണ്ടോർ എന്ന് പറയുമ്പോൾ എനിക്ക് കോണ്ടോർ ഭയങ്കര ഇഷ്ടാട്ടോ. കോണ്ടോർ ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അപ്പൊ എനിക്കൊരു വ്യത്യാസം തോന്നും. എനിക്ക് ഈ അത്യാവശ്യത്തിന് ചീക്സ് ഉള്ള ആളായതുകൊണ്ട് കോണ്ടോർ ചെയ്യുമ്പോൾ പിന്നെയും ഒരു ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പൊ ഞാൻ നോസ് ചെയ്ത് കൊടുത്തു എന്ന് തോന്നുന്നു. കഴിഞ്ഞ നോസ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി സൂം ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചീക്സിന്റെ സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റുമല്ലോ. അപ്പൊ എന്റെ ഫേസിന്റെ ആ സൈഡ് ഒന്ന് നോക്കൂ, ഭയങ്കര ഡിഫറൻസ് ചെയ്തത് അറിയുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ചീക്സ് ആ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ നെറ്റിന്റെ മേലെ പിന്നെ കഴുത്തിന് ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു ജ്വലൈനൊക്കെ ഇല്ല, അതൊന്ന് കുറച്ച് ഉണ്ടാവും. നമുക്ക് ഭയങ്കര ജ്വലൈനൊന്നും ഇല്ല എന്നാലും. ആൻഡ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോമ്പാക്ട് പൗഡർ പറഞ്ഞത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കോംബോ ഓഫറിന് വാങ്ങിയതായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലൂ ഹെവൻ ഡാസ്ലർ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. പിന്നെ നല്ല വീഡിയോ ഒക്കെ ഇടുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ബ്ലഷ്. ഈ ബ്ലഷ് ഇപ്പം നിങ്ങൾക്ക് തോന്നും ഇതാണോ ഇതിലുള്ള ബ്ലഷ് എന്ന്. അതല്ല. എന്താന്ന് വെച്ചാൽ എന്റെ അടുത്തുനിന്ന് വീണ് പൊട്ടിയിട്ടൊരു പൗഡർ, അത് പൗഡറാണ്. ആ പൊട്ടിയത് ഞാൻ കുറച്ച് പോൺസ് അതന്നെ തോന്നുന്നു, അതിലൊരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാത്ത ലിപ്സ്റ്റിക് ഒക്കെ അല്ലേ, നമുക്ക് കറക്റ്റ് മാച്ച് ആവാത്ത ഷെയ്ഡൊക്കെ വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ ചീക്സിലിട്ട് കൊടുത്തു. എന്തായാലും ഞാൻ അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി. ബിക്കോസ് നല്ലൊരു ഷെയ്ഡായിട്ടാണ് ഇത് എനിക്ക് കിട്ടിയത്. എൻ്റെ അടുത്ത് ജെൽ ടൈപ്പ് ബ്ലഷസ് ഒന്നും ഇല്ല. ഞാൻ അധികം ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ ബ്ലഷ് ആക്കാറ്. ഇപ്പൊ ഞാൻ ഐബ്രോസും ഐലൈനറും എഴുതാനുണ്ടെന്നാ പറഞ്ഞത്. ഇനി ലാസ്റ്റ് കിടക്കാം. ഞാൻ ആ പൗഡർ ബ്ലഷാണ് ഞാൻ, അത് മാറിപ്പോകുന്നുണ്ട്, കിട്ടുന്നില്ല പെട്ടെന്ന് പറയുമ്പോൾ. അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീക്സില്, നോസില്, നമ്മളെ തടിയിലൊക്കെ ആയിട്ട്. നമ്മൾ ഈ കൊറിയൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ മേക്കപ്പ്, ഞാൻ കുറെ ഹാക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതില് കുറെ സ്റ്റെപ്സിൽ നമ്മൾ ഈ താടിയിലും പിന്നെ നെറ്റിയുടെ മേലൊക്കെ ആയിട്ട് ബ്ലഷ് ഇട്ട് കൊടുക്കുന്ന കാണാറുണ്ട്. പക്ഷെ അത് നമ്മൾ അങ്ങനെയുള്ള ടൈപ്പ് മേക്കപ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് പിന്നെയും ബെറ്റർ ആവുക. ഞാൻ ബ്ലഷ് കടന്നു. പിന്നെ ഞാൻ കാജൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ബ്ലൂ ഹെവന്റെ ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ അത് വെച്ചിട്ട് യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പിന്നെയും നമ്മളെ ഈ കാജൽ വെച്ചിട്ട് എഴുതുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഇതില് പെർസ്പെക്റ്റീവില് എനിക്ക് കാജലാണ് പിന്നെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഞാൻ രണ്ട് ഐബ്രോസും ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാകും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്ര വരെ ചെയ്തിട്ട് എന്റെ മേക്കപ്പ് അത്യാവശ്യം ബെറ്റർ ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കര മേക്കപ്പ് ചെയ്യാൻ അറിയുന്ന ആളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ ഈ ബ്രഷ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 800 സംതിങ് ഒരു മേക്കപ്പ് ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ്. പിന്നെ ഇപ്പൊ സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പൂളില്ലേ, അത് ഞാൻ പുറമെന്ന് വാങ്ങിയതാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. ബിക്കോസ് അത് കുറച്ചും കൂടി ഒരു സ്റ്റിഫ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഐസ്. എനിക്ക് കോണ്ടോർ ഐസ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഐസും അധികം ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് ഐസ് എഴുതാൻ പിന്നെ ഒരു സുഖമാണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. കുറെ എഴുതുന്നത്, അതുകൊണ്ട് കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ഐസിനാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന തോന്നുന്നു. ഇതിൻ്റെ ഇടയിൽ ലൈറ്റ് പോയി വരുന്നൊക്കെ ഉണ്ടല്ലേ, അത് ക്യാമറ ബ്രൈറ്റ്നെസ് കൂടി അങ്ങനെ എന്തോ ആണ്. ഞാനിപ്പോ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ ഇതാണ് എൻ്റെ ഐസ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു ഫുള്ളായിട്ട് വോയിസ് കൊടുക്കുകയാണല്ലോ. അപ്പൊ ഇതാണ് എൻ്റെ ഐസ് ലുക്ക് വരുന്നത്. കുറച്ച് ഷോ ഒക്കെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. അപ്പൊ ഇതാണ് ഐസ്. അതിലെന്തൊക്കെയോ വീഡിയോയിൽ ഞാൻ മസ്കാര ഇടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ, പക്ഷെ ഞാൻ മറക്കും. ലാസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ മസ്കാര ഇടുന്നത്. ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ലിപ് ലൈനറിന് ഷാർപ്പ് ചെയ്യാനുണ്ടായിരുന്നു, അതിന്റെ ഷാർപ്പനർ കാണുന്നില്ല. അപ്പൊ ഞാൻ
അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. ആൻഡ് ഇപ്പൊ ഒരു ഭാഗം ഞാൻ കറക്റ്റായിട്ട് വരച്ചില്ലേ മേലെ, പക്ഷെ അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ എല്ലാം കൊളാവും. നോക്ക്, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഭയങ്കര ഡിഫറൻസ് ഇല്ലേ. ഒരു സൈഡ് മാത്രം നല്ലതുപോലെ കിട്ടും, പിന്നെ ഇങ്ങനെ വരച്ച് 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 ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ഇനി ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലിപ്സ്റ്റിക് കുറച്ച് അത്യാവശ്യത്തിന് കളക്ഷൻസ് ഉണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഒരു ലിപ്സ്റ്റിക്ക് തന്നെ നമ്മൾ ഈ ഡാൻസിന് വേണ്ടിയിട്ട് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങും. ആ ലിപ്സ്റ്റിക്കിന് നമ്മളിപ്പോ ചെറുപ്പത്തിൽ അങ്ങനെ ആരും കാണാത്ത അങ്ങനെ ലിപ്സ്റ്റിക് ഇടുന്ന ആളായിരുന്നു ഞാൻ. പിന്നെ ഇപ്പൊ ലിപ്സ്റ്റിക് എല്ലാവരും യൂസ് ചെയ്യുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്കിനോട് ഒരു ഇത് കൂടി, ഞാൻ കുറച്ച് കൂടുതൽ ലിപ്സ്റ്റിക് വാങ്ങാൻ തുടങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ലിക്വിഡ്, ഒരു റെഡ് ലിപ്സ്റ്റിക് ലിക്വിഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പുറമെ നിന്ന് വാങ്ങിയ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ജസ്റ്റ് ഹെർബ്സിന്റെ ഈ ഒരു ഷെയ്ഡ് ലിപ്സ്റ്റിക്, ഇത് പറഞ്ഞാൽ എനിക്ക് തീരെ മാച്ച് ഇല്ലാത്ത ഒരു ഷെയ്ഡായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് പിന്നെയും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഹെർബ്സിന്റെ ഒരു കാജലാണ് എഴുതി കൊടുത്തത്. അത് കളറില്ല. അപ്പൊ ഞാൻ ഡാസ്ലറിന്റെ എൻ്റെ അടുത്ത് പണ്ട് തീർന്നിട്ട് ഉള്ളിൽ കുറച്ച് എക്സസ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടാവുമല്ലോ, അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഞാനിപ്പോ കണ്ണിൽ എഴുതി കൊടുക്കാണ്. ഡാസ്ലർ എനിക്ക് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തേക്കുന്നതിലെ ബെറ്റർ ഡാസ്ലർ ആണ്. ഭയങ്കര കറുപ്പുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഹെർബ്സ്, ബ്ലൂ ഹെവൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തേക്കുന്നതിൽ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. ഹൈലൈറ്റ്, എനിക്ക് ഹൈലൈറ്റും ഭയങ്കര ഇഷ്ടമാണ്. അത് ഇടുമ്പോ തന്നെ ഒരു ആ തിളക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഞാൻ ചീക്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ടും ചീക്സ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. നോസ് കൊടുക്കുന്നുണ്ട്. നോസ് പാർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ കോണ്ടോർ ചെയ്തതിന് ശേഷം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താടിയിലും ചീക്സിലും നോസിനും കുറച്ചും കൂടി ഒരു സൂം ചെയ്തിട്ട് ഒന്നും മനസ്സിലാവുമല്ലോ. പിന്നെ ലിപ്സ് ഇങ്ങനെ കൊടുക്കാൻ റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ലിപ്പിനൊരു വേറെ ലുക്ക് കിട്ടുന്ന രീതിയാണ് എനിക്ക് തോന്നാറ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ആ ടിപ്പിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക്. ആൻഡ് സെറ്റിംഗ് സ്പ്രേ, ഇത് ഞാൻ പണ്ടെന്നല്ല എന്നാലും കുറച്ച് കോംബോ ഐറ്റംസ് വാങ്ങിയപ്പം അതിൽ കിട്ടിയതാണ്. ഇത് നല്ല സെറ്റിംഗ് സ്പ്രേ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലത് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സെറ്റിംഗ് സ്പ്രേ വല്ലാണ്ട് യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഞാൻ വല്ലാണ്ട് ഹെവി മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലല്ലോ. ഡാൻസിന് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് സെറ്റിംഗ് സ്പ്രേ വേണ്ട. ഡാൻസിന് നമ്മൾ ഈ എന്താ പറയുക, പാൻ കേക്കിന് ധാരാളം സെറ്റിംഗ് സ്പ്രേന്റെ അവിടെ ആവശ്യമില്ല. ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, പൊട്ട് ഐലൈനർ വെച്ചിട്ട് തന്നെ പൊട്ടിട്ട് കൊടുക്കുക. അതിൻ്റെ അടുത്ത് വലിയ പൊട്ടൊന്നും ഉണ്ട്, ഞാൻ പിന്നെ ലാസ്റ്റാണ് ഇട്ടുന്നത്. ഞാൻ ഇനിയിപ്പോ മസ്കാരയിലേക്ക് കടക്കാം. ഞാൻ കുറേ വോയിസ് ഒരു എന്താ പറയാ, എന്തോ പോലെ അതൊക്കെ പോട്ടെ. എന്നിട്ട് മസ്കാരയിലേക്ക് കടക്കാതെ കുറച്ച് ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് ക്യാമറന്റെ മുമ്പിലായോണ്ട്. മസ്കാര എനിക്ക് ഏറ്റവും ഇവിടെ നിന്ന് വാങ്ങിയതാ. ഇത് ഞാൻ പുറമെന്ന് വാങ്ങിയാ തോന്നുന്നു. എൻ്റെ അടുത്തൊരു ബ്ലൂ ഹെവൻ്റെ ഒരു മസ്കാര ഉണ്ട്, അത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ യൂസ് ചെയ്യുന്നല്ലാണ്ട്. കുറച്ച് ഞാൻ മസ്കാര അടിച്ചില്ല, എന്നാലും 2 ബോട്ടിൽ തീർന്നിട്ടുണ്ട്. അത് 2 പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. പിന്നെയാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ അതിട്ട് കൊടുത്തു. എൻ്റെ ഐസ് ഭയങ്കര ഭംഗിയില്ലേ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐസ്. ഞാൻ അടിയിലും മേലൊക്കെ ആയിട്ട് മസ്കാര ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എന്റെ മസ്കാര ഇട്ട് ഐലൈനർ എല്ലാം മേക്കപ്പ് ലുക്ക് വരുന്നത്. ഞാൻ സിന്ദൂരം വെച്ചിട്ട് കുറച്ച് സിന്ദൂരം ഇട്ടിട്ട് ആ പൊട്ടിന്റെ മേലിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കളറായിട്ടില്ല അല്ലെ. അപ്പം ഗൈസ്, ഇതാണ് എന്റെ ലുക്ക് വരുന്നത്. ഞാൻ ബാക്കിലും മൈക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വല്ലാണ്ട് കേൾക്കുന്നില്ല തോന്നുന്നു. അപ്പൊ ഇതാണ് ലുക്ക് വരുന്നത്. ബ്ലൗസും ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ സാരി ഒക്കെ ഇട്ട് ഹെയർ സ്റ്റൈല് ഭയങ്കരമായിട്ട് കൊള്ളൂല അല്ലെ. ഞാൻ പെട്ടെന്ന് നൈറ്റ് ടൈം വൈകുന്നേരം ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു സാരി കൊടുത്തത്. പക്ഷെ ഹെയർ സ്റ്റൈലൊന്നും നല്ലതുപോലെ വന്നില്ല. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്. ഭയങ്കര എഡിറ്റിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്നതിലൊക്കെ കുറെ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാം. Thank you for watching.